ഇൻ്റർവെൽ വരെ കഴിഞ്ഞ ഒരു 10 മിനിറ്റ് ആയിട്ട് ഇൻ്റർവെൽ കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി. അത്രയും സ്പീഡിലാണ് പടം പോകുന്നത്. എത്ര നല്ല ഇമോഷണൽ എല്ലാം ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് റോള് സൗബിൻ പകർത്തും. സൗബിൻ്റെ റോള് എന്നിട്ട് പടത്തിൻ്റെ ഒരു ഗതി മാറ്റുന്ന കഥാപാത്രമായിട്ടാണ് സൗബിൻ വരുന്നത്. സൗബിൻ അത് 100% കൈയടക്കത്തോടെ ചെയ്തിട്ടുണ്ട്. അതായത് ലാല് ചെയ്തത് ലാലിൻ്റെ കൈയടക്കത്തോടെ ലാലും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുപോലെ ജൂനിയറിലെ സൂപ്പറായിട്ട് പടം കയറിയിട്ടുണ്ട്. നിന്നോട്ട് മസ്റ്റ് വാച്ചാണ്. ഇമോഷണൽ ഡ്രാമ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു നായകന് ചേഞ്ച് കാണിക്കുന്ന ഒരു പടമാണ്. അപ്പോൾ അതിന് അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു, എന്തുകൊണ്ടാണ് ചേഞ്ച്, എങ്ങനെയാണ് അയാൾ മാറുന്നത്, ആ ഒരു കഥ. കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഒക്കെ എങ്ങനെ വർക്കായിട്ടുണ്ട്? അത് കുറവാണ്. അത്യാവശ്യം ഹ്യൂമർ എല്ലാം ഉണ്ട്, കോമഡി എല്ലാം ഉണ്ട്. അത് അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ആക്ഷൻ സീൻസ് എല്ലാം ഒന്നും തന്നെയില്ല. ആക്ഷൻ ആകെ ഒരു ആക്ഷനുള്ളൂ. അത് സിനിമയിൽ കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ഷൻ സീനും അല്ല. തിരക്കഥയാണ് പ്രശ്നം വന്നത്. സിനിമ ടെക്നിക്കൽ സൈഡ് എല്ലാം ടോപ്പ് നോച്ചാണ് പടത്തിൻ്റെ. മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻ്റ് ആയാലും മേക്കിങ്ങും എല്ലാം ടോപ്പ് നോച്ചാണ്. പക്ഷേ സ്ക്രീൻ പ്ലേ അത്ര ഒരു ക്യാച്ചി അല്ല. സ്ക്രീൻ പ്ലേ വരുമ്പോൾ വളരെ ലിമിറ്റഡ് ഓഡിയൻസിന് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു തരത്തിലുള്ള സ്ക്രീൻ പ്ലേ ആണ്. യോഗയുടെ പെർഫോമൻസ് തന്നെ ഞെട്ടിച്ചു. പിന്നെ നന്നായിട്ട് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയായിരിക്കും പെർഫോമൻസ്. അത് അതുപോലെ തന്നെ തിയേറ്ററിൽ കാണുന്നുണ്ട്. അതുപോലെ ഇങ്ങനെ ഒത്തിരി നന്നായിട്ട് എന്താ പറയുക, യൂത്തിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ സിനിമ അഭിനയിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എനിക്ക് വളരെ നല്ല അധികം ഇഷ്ടപ്പെട്ടു. അതൊരു ഇൻസ്പിറേഷൻ കൂടിയാണ്. എല്ലാം കൊണ്ട് പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തോമസിൻ്റെ തല്ലുമലയ്ക്ക് ശേഷം ഗംഭീരമായിട്ട് അഭിനയ പ്രാധാന്യമുള്ള വേഷമാണ്. പിന്നെ ഭാവനയായിട്ടുള്ള രംഗങ്ങളും ലിപ്ലോക്ക് സീക്വൻസ് ഒക്കെ ഗംഭീരമാണ്. അപ്പോൾ ഒരു ഗംഭീര സിനിമയ്ക്കുള്ള സിനിമയാണ്. ഉദയനാട് താരം ഹണീബി ഒരുപാട് സിനിമകളിൽ നമ്മൾ പച്ചക്കുതിരിൽ വരെ സിനിമയ്ക്കുള്ള സിനിമ കണ്ടാണ്. അപ്പോൾ സിനിമക്കാരുടെ ഒരുവിധ ജീവിതം കാണിക്കുന്ന മികച്ച ഒരു എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ്. ഫാമിലിക്കും കുടുംബ പ്രേക്ഷകർക്കും യൂത്തിനും തീരുമാനം ഇഷ്ടപ്പെടുന്ന ഒരു രസചിത്രമായിരിക്കും. ടോവിനോയും സൗബിൻ സാഗറും പിന്നെ ഷൈൻ ടോൺസൊക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സുരേഷ് കൃഷ്ണൻ ഗംഭീരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒരു വൺ ടൈം വാച്ചുള്ള സിനിമ. പുറത്തുള്ളവർക്ക് അത്രയ്ക്ക് വലിയ തോന്നുന്നില്ല. പക്ഷെ നല്ല സിനിമയാണ്, നല്ല എൻ്റർടൈനറാണ്. ഫാമിലിക്ക് ഇത് കാണാൻ നല്ല സിനിമയാണ്. മകനെ വീണ്ടും സിനിമയ്ക്കുള്ളിൽ തന്നെ വീണ്ടും ഒരു ആക്ടറായിട്ട് കണ്ടു. നമുക്കതൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല എക്സ്പീരിയൻസ് നന്നായിട്ടുണ്ട്. നന്നായി കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. പെർഫോമൻസുകൾ എല്ലാവരുടെയും വളരെ നല്ലതാണ്. ബാക്കി എല്ലാവരും പറയാം. അന്വേഷിപ്പൻ കണ്ടെത്തും എന്ന സിനിമയ്ക്ക് ശേഷം ടൊവിനോ തോമസിൻ്റെ ഒരു അടിപൊളി സിനിമയാണ് നമ്മൾ കണ്ടത്. ലാൽ ജൂനിയറിൻ്റെ എല്ലാ ഹിറ്റുകളും നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വ്യത്യസ്തമായൊരു സിനിമയാണ് നാട്ടിക്കയറി. കാരണം സിനിമയ്ക്കുള്ള സിനിമയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതിൽ നമ്മുടെ സലീംകുമാരുടെ മകൻ ചന്തു, അതുപോലെ തന്നെ സോബിൻ്റെയൊക്കെ മഞ്ഞുമൽ ബോയ്സിന് ശേഷം നല്ലൊരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. സിനിമയ്ക്കുള്ള സിനിമയാണ് പറഞ്ഞിരിക്കുന്നത്. ടൊവിനോയുടെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മികച്ച ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ അനൂപ് മേനോൻ നല്ലൊരു വേഷം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ക്ലൈമാക്സ് പൊളിയാണ്. അത് വേറെ ലെവലാണ്. അതിലെല്ലാവരും കാണുന്നൊരു സിനിമയാണ്. BGM ആണെങ്കിലും പാട്ടാണെങ്കിലും എല്ലാം നല്ലതാണ്. എന്തായാലും നമ്മൾ ഹണീബി കണ്ട പോലെ തന്നെ ഹിറ്റാണ് നടിക്കാൻ. ഫാമിലി മൂവീസായിട്ട് കാണുന്ന ഒരു സിനിമയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയ്ക്കുള്ള സിനിമയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ തുടക്കം തന്നെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് പ്രേം നസീർ സാറിന്. അദ്ദേഹം അതിനകത്ത് പറയുന്നത് പണ്ട് സിനിമകളിൽ ജാടയില്ലായിരുന്നു. ഏത് ആളുകളായിട്ട് നടന്മാർ സംസാരിച്ച് പോയ സാധാരണ രീതിയിലാണ്. ഇന്ന് ജാട വന്നു. ആ ജാടയൊക്കെ എടുത്ത് കാണിച്ച സിനിമയ്ക്കുള്ള സിനിമയാണ് അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. നല്ലൊരു പ്രമേയമാണ്, നല്ലൊരു സിനിമയാണ്. All of that came together and it evoked some emotions in me. I was towards the end I did have tears in my eyes, so that was something of a success that I would consider, because usually it's difficult to get tears out of me, so this was a really good film. I think everybody should watch it because Tobino did a wonderful job, Saurabh also did a beautiful job, and the male friendship that you see on screen is something beautiful. എന്നാൽ ഡിഫറെൻറ്റ് വൈബ്സ്, ടോവിയുടെ ലുക്സ്, ടോവിനോ പെർഫോമൻസ് എല്ലാം നൈസായിരുന്നു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. തിയേറ്ററിലൊന്നും നിരാശപ്പെട്ടില്ല. ലാൽ ജൂനിയർ ഹാസ് ഡൺ എ ഗുഡ് ജോബ്. എനിക്ക് കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ചന്തു ഓൾസോ നല്ലൊരു മഞ്ഞുമല്ലി കഴിഞ്ഞിട്ട് കുറച്ച് നന്നായി പെർഫോം ചെയ്യാനുള്ള നല്ലൊരു ഇതായിരുന്നു. നന്നായി ഭാവന ഒരു ആക്ടറായ ക്യാരക്ടർ തന്നെ കൊടുത്താൽ, പക്ഷേ എനിക്ക് തോന്നുന്നു സ്പീച്ചീസും പറ്റി കുറവാണ്. ബട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എടുത്തുകൊണ്ടത് ടോവിയുടെ പെർഫോമൻസും ടോവിയുടെ നല്ല ഇതായിരുന്നു. ആൻഡ് ഭാവനയുടെ കമ്പാക്ക് ചെയ്യുന്ന രീതിയിൽ നല്ലൊരു മൂവിയാണ്. പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അനുഭവമാണ്.
പിന്നെ ഏറ്റവും എനിക്ക് ഈ മൂവിയിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്തത് ഫ്രെയിംസ്, ക്വാളിറ്റി ഫ്രെയിംസ്, കളർഫുൾ ആൻഡ് കോസ്റ്റ്യൂം. അത് കിണ്ണ കാഴ്ചയായിട്ട് ടോവിനോട് ഇത്ര ലുക്കിൽ നമ്മൾ ആക്ച്വലി ഈ മൂവിയിലേക്ക് കാണുന്നത്. ഡിഫറെൻറ്റ് ലുക്സ് ഒരു പല പല മൂവിയുടെ ഷൂട്ട്സ് കൊണ്ട് പോകാനുള്ള പല ലുക്കിൽ ഡിഫറെൻറ്റ് ലുക്കിലും മുടി നീട്ടി വളർത്തുന്നത് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഒരു എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ മൂവി ആയിരിക്കും. എന്നാൽ കഥയുണ്ട്, താനും ചുമട്ട് തട്ടിക്കൂട്ട് സെറ്റപ്പ് അല്ലതാണ്. സോ നൈസ് ആണ്. സൂപ്പർ പടം, സൂപ്പർ ഗംഭീർ സൂപ്പർ പടം. പക്ഷേ എനിക്ക് ഒത്തിരി നല്ലൊരു വർക്കൗട്ടായിരുന്നു സ്ക്രീനിൽ ഷോബിൻ സാഹിബിനൊക്കെ കോമ്പിനേഷൻസ്, സുരേഷ് കൃഷ്ണ, ബാലോജി, ഇവരൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കോമ്പിനേഷനും ഉണ്ട്. സൂപ്പർ പടം. പിന്നെ ഇമോഷണലി കണക്റ്റ് ആവാൻ പറ്റിയ സൂപ്പർ പടം. സിനിമയെ സ്നേഹിക്കുന്ന, സിനിമ ഇൻഡസ്ട്രി, സിനിമ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും മസ്റ്റായിട്ടും കാണേണ്ട മസ്റ്റ് വാച്ചബിൾ പടമാണ്. പിന്നെ കഥാസാരം അത് സിമ്പിൾ സ്റ്റോറിയാണ്. സിമ്പിൾ സ്റ്റോറി ഒരു നല്ല വൈബായിട്ട് പടം കൊണ്ടുവച്ചിട്ടുണ്ട്. കുറച്ച് അലമ്പതിലുണ്ടെങ്കിലും പടം ഇരുന്ന് കാണാം. ഫാമിലിക്ക് കാണാൻ പറ്റിയ പടമല്ല, യൂത്തിന് മസ്റ്റായിട്ടും കാണാൻ പറ്റിയ പടം. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് പടം ഇരുന്ന് കണ്ടുകഴിഞ്ഞാൽ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. ഉറപ്പായിട്ട് നിരീക്ഷണമുള്ള ധൈര്യമായിട്ട് കാണാം. കഥ മൈൻഡ് ബേസ്ഡായിട്ട് ആദ്യം ഫീൽ ചെയ്തു, പക്ഷെ പിന്നെ അങ്ങോട്ട് കുറച്ച് ഡ്രാഗ് ചെയ്യണ പോലെ ലാസ്റ്റൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്തു. അതാണ് ഒരു പടത്തിൻ്റെ പ്രശ്നം. ഒരു എൻഗേജിങ് മൊമെന്റ്സ് ഭയങ്കരമായിട്ട് തന്നെയില്ല. അതുകൊണ്ടാണ് ഒരു ആവറേജ് അഭിപ്രായം. ടോവിനെ പല ലുക്കിലല്ല വരുന്നത്, അതൊക്കെ ഉണ്ടായിരുന്നു. ടോവിനോൻ്റെ ലുക്ക് അടിപൊളിയായിരുന്നു. ഒരു മുടി വളർത്തിയ ലുക്കും പിന്നെ പല കോസ്റ്റ്യൂംസുള്ള ലുക്കൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ലുക്കിലും ഒരു സ്റ്റൈലിഷ് മേക്കിങ്ങിലൊക്കെ ഒന്നും പറയാല്ല, അടിപൊളിയായിരുന്നു. അത് ഈ പടത്തിൻ്റെ സ്ക്രിപ്റ്റാണ് കുറച്ചൊന്ന് പാളിപ്പോയത്. ഒരു ആവറേജ് മേലെ എനിക്ക് തോന്നിയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് പടം. സസ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. അതാണ് പറഞ്ഞത്, സസ്പെൻസും കാര്യങ്ങളൊന്നും തന്നെ ഒരു ഭയങ്കര എൻഗേജിങ് മോമെൻ്റ് ആയിട്ടുള്ള പടമല്ലത്. ഒരു ലൈറ്റ് ഹാർട്ടഡ് പടമാണ്. കുറച്ചൊരു എൻ്റർടൈനറാണ്, കുറച്ച് ഓഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷേ നമ്മളെ അത്രയും അങ്ങോട്ട് സൂപ്പർ എന്ന് പറയാൻ മാത്രം ലെവലിലേക്ക് പടം ഉയർന്നിട്ടില്ല. അധികം സിനിമ അകത്തും പുറത്തായിട്ടുള്ള ഒരു സംഭവം നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ രണ്ട് ടോണാണ്. ഈ പോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊരു അഭിനയം, ജീവിതത്തിൽ അയാൾ നേരിടുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ആ രണ്ടു ഇതിൽ തന്നെ നമുക്ക് ടോവിനെ കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിനും വ്യത്യാസം എന്താണ് നമ്മളെ പറയാൻ നമ്മളൊരു മീഡിയയിലൊക്കെ നിൽക്കുന്ന ആർട്ടിസ്റ്റൊക്കെ നമുക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഒരു എക്സ്പ്രഷൻ മൂഡ്, എങ്ങനെയാണ് ഒരു ടോണൊക്കെ പിടിക്കുന്നത്. പിന്നെ അതൊരു ഈ പറഞ്ഞ ആസ്യ രൂപത്തിലൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം, എനിക്ക് ഒരു മൂവിയല്ലേ, ഇത് സിനിമയാണ്. കാര്യങ്ങളാണ്. എന്തായാലും തിയേറ്ററിൽ നല്ലൊരു പടം കാണും. കണ്ട് എല്ലാം വരുന്നു. ഇതിൽ ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ ടോമിനെ അഭിനയിക്കുന്ന കുറേ മൊമെൻറ്റ്സ് ഉണ്ട്. അതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സുരേഷ് കൃഷ്ണയാണ്. സുരേഷ് കൃഷ്ണൻ ഞാനിങ്ങനെ കണ്ടത് ചേട്ടായിസ് സിനിമയിലാണ് അങ്ങനെ ഒരു സ്റ്റൈലിൽ കണ്ടത്. സുരേഷ് കൃഷ്ണ പൊളിച്ചടിക്കുന്നുണ്ട്, ഒരു രക്ഷയില്ല. ഓവറോൾ ഒരു ലാൽ ജൂനിയർ ടീമിൻ്റെ ഒരു സിനിമയാണ് നടികർ എന്നുള്ളതിൽ ഒരു ഡൗട്ട് വരും. ടോണ് വന്നില്ലേ, ടോണ് കാണിക്കുന്നില്ല. ഇതൊക്കെയാണ് സിനിമയിലും കാണിക്കുന്നത്. ശരിക്കുള്ള ടോണ് കാണിക്കുന്ന നല്ലൊരു എൻ്റർടൈനറാണ്. ലാഗം സംഭവിക്കും. പിന്നെ സിനിമയ്ക്കുള്ള സിനിമ പല സിനിമയിൽ വിമർശിക്കുന്നത് കൂടുതലും കാണിക്കുന്ന മെത്തേഡ് ആക്ടിങ്. മിക്ക ആക്ടേഴ്സ് മെത്തേഡ് ആക്ടേഴ്സാണ്. ഡയറക്ടർ നമ്മൾ ചുരുക്കം ബോൺ ആക്ടേഴ്സാണ്. എടുത്തു പറയാൻ ഫസ്റ്റ് കാരണം ലാഗം സംഭവിക്കും. ത്രൂഔട്ട് നമുക്ക് ചിരിക്കാനും എല്ലാ എലമെൻസും എല്ലാ ഒരു ഓർഡറുള്ള ഫിലിമാണ്. പടം ഇറ്റായിരിക്കും. മഞ്ഞുപോൽ ബോയ്സ് അല്ല ആവേശം ഇട്ടാണ്ട് കൂടിയാണ്. ചില സിനിമയുടെ കാണിക്കുന്നില്ല, എല്ലാ സിനിമ ഫീൽഡിലുള്ള കാര്യം തന്നെയാണ്. അതൊന്നും കുഴപ്പമില്ല. ഫാമിലി കാണാൻ വേണ്ടി ഫിലിം തന്നെയാണ്. ഫാമിലിക്ക് യൂത്ത് നല്ല രസം പണിയിട്ടുണ്ടായിരിക്കും. ഇന്ദ്രൻ സാറിനെ മറ്റേ അനൂപ് മേനോനെ സത്യം പറയാൻ എനിക്ക് ഫീൽ ചെയ്ത് കൊള്ളാം. ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഈ പടം ഷുവർ ഹിറ്റ് ആണ്. ധൈര്യത്തോടെ ഇപ്പോൾ സിനിമയിലായതിൻ്റെ പേരിൽ അങ്ങനെ ഒരു കഥാപാത്രം കൊടുക്കുമ്പോൾ ഹഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പലർക്കും അങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റാണ്ട് നടക്കുന്നുണ്ട്. അതെന്താ അങ്ങനെ പറഞ്ഞു? ബേസിക് ഓക്കെ, താങ്ക് യു.